പരിശുദ്ധി അമ്മ ജീവനോടെ പ്രതീക്ഷപ്പെട്ട ഈ ആൽത്തറ നീക്കാൻ ഭാഗ്യം ലഭിച്ചതിന് ഈശോയ്ക്കും പരിശുദ്ധി അമ്മയ്ക്കും നന്ദി പറയുന്നു. എൻ്റെ പേര് റൂബി, ഇതിൻ്റെ ചേട്ടായി ജിസ്മോൻ, ഇത് ഞങ്ങളുടെ വാവ ജിയന എന്നാണ് അവളുടെ പേര്. ഞങ്ങൾ അന്നാമോൾ എന്നാണ് വിളിക്കുന്നത്. ഞങ്ങൾ വരുന്നത് എൻ്റെ ഇടവക വെളിച്ചാനിയാണ്, ഇടുക്കിയിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2019 24 8-ാം മാസത്തിലാണ് ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ കല്യാണം നടക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്ന് ആദ്യമായിട്ട് പരിശുദ്ധ അമ്മയുടെ മുന്നിൽ ഉടമ്പടി എടുക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ അടുത്ത് ഉടമ്പടി എടുത്ത് 3 മാസം കംപ്ലീറ്റ് ആകുമ്പോഴത്തേനും എനിക്ക് ചേട്ടായിയെ കണ്ടുകിട്ടി. നല്ല ദൈവവിശ്വാസമുള്ള ചേട്ടായിയാണ്. ഞാൻ ചെന്ന കുടുംബത്തിൽ നിന്നും ഒത്തിരി വ്യത്യസ്തമുള്ള ദൈവസ്നേഹത്തിലും എൻ്റെ കൂടി ഏത് പ്രാർത്ഥനയിലും എവിടെ പ്രാർത്ഥിക്കുന്ന കാര്യത്തിലാണേലും നമുക്കൊരു ധ്യാനം കൂടണം, ഒന്ന് നവീകരിക്കണം എന്നൊക്കെ പറയുമ്പം എൻ്റെ ഒപ്പം കൈപിടിച്ച് എൻ്റെ കൂടെ നയിക്കുന്നതാണ് എൻ്റെ ജീവിത പങ്കാളി. ഈശോയ്ക്കും പരിശുദ്ധി അമ്മയ്ക്കും ഞങ്ങളെ ഒരു കുടുംബമാക്കിയതിന് ഒത്തിരി നന്ദി പറയുവാണ്. രണ്ടാമതായിട്ടുള്ള എൻ്റെ സാക്ഷി എന്ന് പറയുന്നത്, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് 5.5 വർഷത്തോളമായിരുന്നു. ഞങ്ങൾക്കൊരു വാവയില്ലായിരുന്നു. കല്യാണം കഴിഞ്ഞായിരുന്നു ചേട്ടായിക്ക് കൗണ്ടില്ലെന്നുള്ള കാര്യം അറിയുന്നത്. 0 ആയിരുന്നു. ഒരു ആക്റ്റീവ് കൗണ്ട് പോലും ഒന്നുമില്ലായിരുന്നു. ഞങ്ങളോട് ഡോക്ടർ പറഞ്ഞത് ഓപ്പൺ സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ടെസ്റ്റിക്കിൾ രണ്ടും വെരിക്കോസ് ഇങ്ങനെ ചുറ്റിക്കിടക്കുമായിരുന്നു. അതുകൊണ്ടായിരുന്നു കൗണ്ട് ഇല്ലാത്തതെന്ന് പറഞ്ഞു. പക്ഷേ ഓപ്പറേഷൻ ചെയ്താലും അത് സക്സസ് ആവുമോ എന്നൊന്നും ഡോക്ടറിന് കൺഫേം പറയാൻ പറ്റത്തില്ല. നമ്മുടെ ഇവിടുത്തെ ഒരു മെയിൻ നല്ല യൂറോളജിസ്റ്റാണ് ഞങ്ങളോട് പറഞ്ഞത്, നിങ്ങൾക്ക് ഒരിക്കലും കുഞ്ഞുണ്ടാവില്ല എന്ന് പറഞ്ഞത്. ഞങ്ങൾ ആയുർവേദം നോക്കി, പക്ഷേ ഞങ്ങൾക്ക് ഫലമായില്ല. അത് കല്യാണം കഴിഞ്ഞ് 3 മാസം കഴിയുമ്പോഴാണ് ഇത് കണ്ടുപിടിക്കുന്നത്. അതിനുശേഷം ഞങ്ങളുടെ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ പോയി വേറെ ഒരു യൂറോളജിസ്റ്റിനെ കണ്ടു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഓപ്പറേഷൻ ചെയ്യാം, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക, നിങ്ങൾക്ക് കൗണ്ട് കയറും, കുഞ്ഞുങ്ങളുണ്ടാവും, നിങ്ങൾ നന്നായി പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എല്ലാവരുടെയും, കാരണം കല്യാണം കഴിഞ്ഞതേ ഉള്ളൂ, ഒരുപാട് എല്ലാവർക്കും എതിർപ്പുകളുണ്ടായിരുന്നു. എങ്കിലും ഞങ്ങൾ രണ്ടുപേരും കൈപിടിച്ച് മുന്നോട്ട് പോയി ഓപ്പറേഷൻ ചെയ്ത് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തു. 6 മാസം കഴിഞ്ഞപ്പം ചേട്ടയുടെ കൗണ്ട് കയറാൻ തുടങ്ങി. എങ്ങനെയാണെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല, മരുന്നൊക്കെ എടുക്കുന്നുണ്ട്, എങ്കിലും ഞങ്ങൾ കൗണ്ട് കയറാൻ തുടങ്ങി. എന്നാലും ഞങ്ങൾ പ്രാർത്ഥനയിൽ തന്നെയായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഒരു ദിവസം വേളാങ്കണ്ണിക്ക് പോയപ്പം ഞങ്ങളവിടെ നമ്മുടെ മുട്ടയിലഴിയുന്ന മാതാവിൻ്റെ അടുത്ത് മുട്ടയിലഴിയുന്ന ഒരു സ്ഥലമുണ്ട്. ഞങ്ങളവിടെ പോയി മുട്ടയിലഴിഞ്ഞ് പ്രാർത്ഥിച്ച് തിരിച്ചു വന്നപ്പം എനിക്കൊരു ഹെവി ബ്ലീഡിങ് ഉണ്ടായി. ഞങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ ചെന്നപ്പം ഡോക്ടർ പറഞ്ഞു, ഒരു ബ്ലീഡിങ് ആണ്, സാരമില്ല, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നോക്കി, പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടായ ഒരു കാര്യമാണ് ഞങ്ങൾ കേട്ടത്. അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂരിൽ ചെന്ന് വീണ്ടും ഞങ്ങൾക്ക് കുഞ്ഞ് വേണമെന്നുള്ള അതിയായ ആഗ്രഹമാണ്. ആ ആഗ്രഹത്തിൽ വീണ്ടും ടെസ്റ്റ് ചെയ്തപ്പോഴാണ് അറിയുന്നത്, ആ ഉണ്ടായ ഹെവി ബ്ലീഡിങ്ങിൽ പൂർണ്ണമായിട്ടൊരു ക്ലീനിങ് ചെയ്യാതെ വന്നപ്പോൾ എൻ്റെ 2 ട്യൂബും ബ്ലോക്കായിപ്പോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇച്ചിരി പാടാണ് കുഞ്ഞുണ്ടാകാനായിട്ട്, ട്യൂബൽ കാനുലേഷൻ ചെയ്താൽ പോലും അറിയത്തില്ല കുഞ്ഞുണ്ടാവുമോ, മീൻസ് എങ്ങനെയാവുമെന്ന് അറിയില്ല. അങ്ങനെ ആയപ്പോൾ ഞങ്ങളോട് പറഞ്ഞു ഓപ്പൺ ലാപ്രോസ്കോപ്പി ചെയ്യാനാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ അതിന് വിസ്മരിച്ച്, കാരണം ഓപ്പൺ ലാപ്രോസ്കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാവുമെന്ന് അറിയില്ല, അതുകൊണ്ട് ഞങ്ങൾ ട്യൂബൽ കാനുലേഷൻ ചെയ്ത് നോക്കാം എന്താ ഇൻഫെക്ഷനാണെന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ ട്യൂബൽ കാനുലേഷൻ ചെയ്തു. ഇവിടെ വന്ന് ഞാൻ ബഹുമാനപ്പെട്ട അച്ഛനെ കണ്ടു, ജോസഫ് അച്ഛനെ കണ്ടു. അച്ഛനോട് ഞാൻ പറഞ്ഞു, അച്ഛ എൻ്റെ 2 ട്യൂബും ബ്ലോക്കാന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ പറഞ്ഞു, കുഞ്ഞെ നീ പേടിക്കണ്ട, നിൻ്റെ ട്യൂബിനൊന്നും ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തിരിച്ച് ബാംഗ്ലൂരിൽ ചെന്ന് പ്രൊസീജിയർ ചെയ്തു. എൻ്റെ 2 ട്യൂബും ബ്ലോക്കല്ല, ഒരു കുഴപ്പമില്ല, ഫുള്ള് ക്ലീൻ ചെയ്തെടുത്തു. അങ്ങനെ വീണ്ടും ഞാനും ചേട്ടായും കൂടെ ഇവിടെ വന്ന് തീർത്ഥാടക ഉടമ്പടി എടുത്ത് ഞങ്ങൾ തിരിച്ച് അവിടെ ചെന്ന് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഹെവി ബ്ലീഡിങ് ആയപ്പം ഡോക്ടർ പറഞ്ഞു, ഇത് ഓവറിൻ ക്യാൻസർ ആണോ എന്ന് അറിയത്തില്ല, നമുക്കത് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അതൊരു നീണ്ട ടെസ്റ്റായിരുന്നു. അത് ടെസ്റ്റ് ചെയ്തു 11 ദിവസമായിരുന്നു ആ ടെസ്റ്റ് റിപ്പോർട്ടിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടിയിരുന്നത്. ആ 11 ദിവസത്തിൽ ഒരു ദിവസം ഞാനിവിടെ ഓടി വന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ വീണ്ടും കണ്ടു. എനിക്കറിയില്ലല്ലോ, എന്താണെന്നറിയില്ലല്ലോ. അങ്ങനെ അച്ഛൻ്റെ അടുക്കൽ വന്നു, അച്ഛനെ കണ്ടു. വീണ്ടും അച്ഛനെ കാണാൻ ഭാഗ്യം ലഭിച്ചു. അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, മക്കളെ ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് പൊയ്ക്കോളാൻ പറഞ്ഞു. പക്ഷേ അങ്ങനെ പോയി ടെസ്റ്റ് റിസൾട്ട് വന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. വീണ്ടും ഞങ്ങൾ വെയിറ്റ് ചെയ്തൊരു കുഞ്ഞിന് വേണ്ടി മാതാവിൻ്റെ അടുത്ത് കണ്ണീരോടെ പ്രാർത്ഥിച്ചു. കാരണം ചുറ്റുമുള്ളവരും എല്ലാം
മച്ചിയാണോ എന്ന് പോലും പറഞ്ഞവരുണ്ട്. സ്വന്തം പാത്രത്തിൽ നിന്ന് കഴിക്കുന്നവർ അങ്ങനെ പറഞ്ഞവരുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും ഞങ്ങൾ മാതാവിൻ്റെ അടുത്ത് കൈപിടിച്ച് മുന്നോട്ട് പോയി. എൻ്റെ ഉടമ്പടി ടൈം തീരാറായി. ചേട്ടായി വന്ന് വീണ്ടും ഉടമ്പടി എടുത്തു. ഞങ്ങൾ രണ്ടും ഒരുമിച്ച് വീണ്ടും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടു. അച്ഛനോട് ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്കൊരു കുഞ്ഞിനെ വേണം, അച്ഛൻ മാതാവിനോട് പറഞ്ഞ് അപേക്ഷിക്കണമെന്ന് പറഞ്ഞു. അച്ഛൻ ഞങ്ങളോട് പറഞ്ഞു, ധൈര്യമായിട്ട് നിങ്ങൾ പൊക്കോ, എത്രയും പെട്ടെന്ന് വന്ന് നമുക്ക് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി. പിറ്റത്തെ മാസം മാർച്ച് 7-ാം തീയതി ഞാൻ ആദ്യ വെള്ളിയാഴ്ചയാണ് ഞാൻ പ്രഗ്നൻസി കിറ്റ് മേടിക്കുന്നത്. ആദ്യ ശനിയാഴ്ച ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആണ്. 2 ടിക്ക് വീണു. എങ്കിലും ഈ 5 വർഷക്കാലം വെയിറ്റ് ചെയ്തിരുന്നിട്ട് മനസ്സിൻ്റെ ഉള്ളിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല, പ്രഗ്നൻ്റ് ആണോ എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾക്ക് നവംബർ 24-ാം തീയതി ആരോഗ്യമുള്ള നല്ല സുന്ദരിയായ ഒരു പെൺകുഞ്ഞിനെ തന്ന് മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. മാതാവിന് ഒരുപാട് നന്ദി. മക്കളില്ലാത്ത ഒരമ്മമാരും വേദനിക്കരുത്. എന്ത് ട്യൂബ് ബ്ലോക്ക് ആണെങ്കിലും, എന്ത് ഓവർ ബ്ലീഡിങ് ആണെങ്കിലും, എന്ത് പ്രശ്നമാണെങ്കിലും പരിശുദ്ധി അമ്മ നമ്മളെ അമ്മയാക്കും, നമുക്ക് കുഞ്ഞിനെ തരും, നമ്മളെ അനുഗ്രഹിക്കും. അതാണ് എന്നെ കുടുംബവും തിരുക്കുടുംബവും ആക്കിയത് പരിശുദ്ധി അമ്മയാണ്. ഈ അൽത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധി അമ്മയാണ്, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അമ്മയാണ് എന്നും എനിക്ക് അഭിമാനമാണ്. കാരണം ഞങ്ങളെ കുടുംബമാക്കിയതും പരിശുദ്ധി അമ്മയുടെ കൃപയാലാണ്, അനുഗ്രഹത്താലാണ്. അമ്മയുടെ കരുതൽ എന്നും ഞങ്ങളുടെ കുടുംബജീവിതത്തിലുണ്ടാകും. പരിശുദ്ധി അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി. ഞങ്ങളുടെ ആത്മീയ ജീവിതം ഞങ്ങൾ ബാംഗ്ലൂർ ഇവിടുന്ന് ഞങ്ങൾ പത്രം മേടിച്ചുകൊണ്ട് പോകും. പത്രം മേടിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ മാതാവിൻ്റെ കാശുരൂപം വാങ്ങിക്കും. ഈ മാതാവിൻ്റെ കാശുരൂപം കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റാണ് അത് വാങ്ങാൻ വേണ്ടി. ഞങ്ങൾ ഈ കാശുരൂപം കൊടുക്കും, പത്രവും കൊടുത്തിട്ട് ഞങ്ങൾ പറയും, ഈ അമ്മയുടെ അടുത്ത് ചെന്നാൽ മതി, നമുക്ക് എല്ലാ അനുഗ്രഹവും ഉണ്ടാവും എന്ന് പറയും. പിന്നെ ഞങ്ങൾ ബാംഗ്ലൂരായിരുന്നപ്പം പറ്റുന്ന എല്ലാ ദിവസങ്ങളിലും ദേവാലയത്തിൽ പോകും. അവിടെ തെരുവീഥികൾ ഒരുപാട് പാവങ്ങൾ കിടക്കുന്നുണ്ട്. ഞങ്ങൾ എല്ലാ ഞായറാഴ്ചയും ഭക്ഷണം മേടിച്ചു കൊണ്ടുപോയിട്ട് ഞങ്ങൾ ആ അമ്മമാർക്കും അപ്പന്മാർക്കും ഒക്കെ കൊടുക്കും, വസ്ത്രം ഉണ്ടായിരുന്നത് കൊടുക്കും. ഇതായിരുന്നു ഞങ്ങളുടെ ആത്മീയ ജീവിതം. ഞങ്ങൾ പിന്നെ 7-ാം മാസത്തിലും ഞങ്ങൾ ധ്യാനമൊക്കെ കൂടി ഒരുപാട് പ്രാർത്ഥനയിലാണ് ഞങ്ങളുടെ ഈ അന്നാമോള് പിറന്നു വീണത്. അതും ഒരുപാട് അനുഗ്രഹമുള്ള കാര്യങ്ങളാണ്. ഈശോയ്ക്കും പരിശുദ്ധി അമ്മയ്ക്കും ഒരുപാട് നന്ദി. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 17-ാം അധ്യായം 7-ഉം 8-ഉം തിരുവചനങ്ങൾ. കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ, അവൻ്റെ പ്രത്യാശ അവിടുന്ന് തന്നെ. അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്, അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു. അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല, അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ്. വരൾച്ചയുടെ കാലത്തും അതിന് ഉത്കണ്ഠയില്ല, അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും. റൂബി ജിസ്മോൻ എന്ന ഈ ദമ്പതികൾ ഇവിടെ വന്ന് ഞങ്ങളുടെ വലിയ ശക്തമായ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് ഏറ്റുപറഞ്ഞത്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ അവരുടെ ജീവിത പങ്കാളിയെ കണ്ടെത്തുന്നതിനും അവർക്ക് ഒരു കുഞ്ഞിനെ നൽകുന്നതിനും അവരുടെ ദാമ്പത്യ ജീവിതം വളരെ മനോഹരമാക്കി തീർക്കുവാൻ പരിശുദ്ധ അമ്മ ഇടപെട്ട വലിയ സാക്ഷ്യം കൂടിയാണ് നമ്മൾ കേട്ടത്. ഈ മകൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത് തന്നെ എനിക്കൊരു നല്ല ജീവിത പങ്കാളിയെ നൽകി അനുഗ്രഹിക്കണമേ എന്നുള്ളതായിരുന്നു ആദ്യ നിയോഗം. ഈ ഉടമ്പടി ജീവിതം വളരെ കൃത്യമായും ആത്മാർത്ഥതയോടും വിശ്വസ്തയോടും കൂടി ചെയ്തു എന്നതിൻ്റെ അടയാളമാണ് ജീസ്മോനെ ജീവിത പങ്കാളിയായി ലഭിച്ചത്. അവർ രണ്ടുപേരും എപ്പോഴും മുട്ടുകുത്തി, ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയുന്നത് പോലെ പ്രാർത്ഥനയ്ക്ക് ഓരോ പോസ്റ്ററുകളുണ്ട്. ആ പോസ്റ്റർ നമ്മൾ കൃത്യമായി ഇരുന്നു കൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, മുട്ടുകുത്തിക്കൊണ്ട് എഴുന്നേറ്റ് നിന്നുകൊണ്ട് എല്ലാം നാം പ്രാർത്ഥിക്കുന്നു എന്ന് അച്ഛൻ നമ്മെ കൃത്യമായി പ്രബോധനങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. കൈവിരിച്ച് പിടിച്ചും ദൈവസന്നിധിയിൽ എങ്ങനെ നിൽക്കണം എന്നെല്ലാം അവർ കൃത്യമായി രണ്ടുപേരും ഒരുപോലെ പ്രാർത്ഥിച്ചുകൊണ്ട് എത്ര തന്നെ പ്രതിസന്ധികൾ അവരുടെ പ്രഗ്നൻസിയിലുണ്ടായാലും, ട്യൂബ് ബ്ലോക്കാണെന്നറിഞ്ഞാലും, കൗണ്ട് കുറവായാലും എല്ലാം പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ, ഇവിടുത്തെ നേർച്ച വസ്തുക്കളുടെ കൃത്യമായ ഉപയോഗത്തിലൂടെ അവർക്ക് അവരുടെ ആഗ്രഹിച്ച വലിയ അനുഗ്രഹവും അഭിഷേകവും ലഭിച്ചുവെന്നാണ് റൂബി ഇവിടെ ഏറ്റുപറയുന്നത്. ഇവിടെ എത്ര തന്നെ തടസ്സമുള്ള കാര്യങ്ങളായാലും, എത്ര തന്നെ വർഷങ്ങൾ കഴിഞ്ഞിട്ടുള്ളതായാലും, 5 വർഷത്തിന് ശേഷമുണ്ടായ ഒരു കുഞ്ഞാണിത്. എല്ലാവരും കുഞ്ഞിനെ ലഭിക്കുകയില്ല, ഡോക്ടേഴ്സ് വിധി എഴുതിയതാണ്. പക്ഷേ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കൈവെപ്പ് നമുക്കറിയാം. ബഹുമാനപ്പെട്ട അച്ഛൻ്റെ വലിയ ത്യാഗമുള്ള ജീവിതത്തിലൂടെയാണ് നമുക്ക് ദിവ്യബലിയുടെ അനുഗ്രഹത്താൽ നമുക്ക് അനുഗ്രഹം ലഭിക്കുമ്പോൾ, കൈവെപ്പ് ലഭിക്കുമ്പോൾ എത്ര തന്നെ അസാധ്യമായ കാര്യങ്ങളായാലും പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് അച്ഛൻ്റെ പ്രാർത്ഥനയെ നമുക്ക് ഈശോ അനുഗ്രഹവും അഭിഷേകവും നൽകുന്നത്. ഓവറിയിൽ ക്യാൻസറാണെന്ന് പോലും ഉള്ള ടെസ്റ്റ് നടത്തുമ്പോഴും അതെല്ലാം നെഗറ്റീവാക്കി കൊടുത്തുകൊണ്ട് കുഞ്ഞ് ജനിക്കുവാൻ അവരുടെ നല്ല അഭിഷേകമുള്ള സമയത്ത് തന്നെ അവർക്ക് കുഞ്ഞിനെ ലഭിക്കുകയും കുഞ്ഞിനെ അന്നാമോൾ എന്ന പേര് വിളിക്കുകയും ചെയ്യുകയാണ്.
നമ്മുടെ എല്ലാ പ്രതിസന്ധികളെയും പരിശുദ്ധ അമ്മയെ ഏൽപ്പിക്കേണ്ട നമ്മുടെ ആസ്തി എന്ന് പറയുന്നത് നമ്മുടെ ഉടമ്പടി ജീവിതത്തിലുള്ള വിശ്വസ്തതയാണ്. ആ വിശ്വസ്തതയിൽ നാം മുന്നേറുമ്പോൾ എത്ര തന്നെ സങ്കടത്തിലായാലും നമുക്ക് ഈശോ അനുഗ്രഹം തരും, അഭിഷേകം തരും, നമുക്ക് ആത്മീയ അധികാരമുണ്ടാവുകയും ചെയ്യും. ജീസ്മോനും റുബിക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ എല്ലാ സങ്കടങ്ങളെയും സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടിയോടെ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.